ആളുകള് വിവരറിഞ്ഞ് വിളി തുടങ്ങി. മുട്ടയടിക്കാത്തവൻ മുട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്യും. അപ്പൊ പിന്നെ പറഞ്ഞു വരുത്താൻ ഉത്സാഹം കൂടും. ഞാനിപ്പോ നിൽക്കുന്ന മൂവാറ്റുപുഴ നോക്കിയാ ഒരു കൂട്ടം മുട്ടകൾ വന്നോണ്ടിരിക്കുവാണ് കേട്ടോ. മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരൂ. ചേട്ടാ ഇതെന്നാ പരിപാടിയാ? ഇത് മുട്ട ഗ്ലോബൽ എന്ന് പറയും. മുട്ട ഗ്ലോബൽ ഒരുപാട് മുട്ടകളുണ്ട് നോക്കിയേ. എന്റെ ഇടവും വലവും നിൽക്കൂ. ദൂരം മുട്ടകളാന്ന് നോക്കിയേ. ഇതൊരു നടക്ക് പോണ മാതിരില്ല. നിങ്ങളെല്ലാം എവിടെ ഉള്ളവരാ? പോയടാ നിന്നെ പോലെ ഈ ടി വിക്കാരെ പോലെ വേറെ പണിയില്ലാത്തവരല്ല ഞങ്ങളൊക്കെ. ഞങ്ങൾക്കൊക്കെ വേറെ 100 കൂട്ടം തിരക്കാ. ചെല്ല്. ഞങ്ങളിപ്പോ കേരളത്തിന്റെ പല ഭാഗങ്ങൾ കൂടുതൽ പേര് ഇന്ന് എറണാകുളത്താണ്. നോക്കിയേ എത്ര മുട്ട നോക്കിയേ. മൂവാറ്റുപുഴ ടൗൺ നിറയെ മുട്ട കേട്ടോ. എന്ത് രസായിരിക്കൂലേ. നിങ്ങൾ അതിന് കിടക്കും. നമ്മൾ തമ്മിൽ ഇവിടെ വെച്ചൊരു വാക്ക് തീർക്ക് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. പട്ടികളെ ഇനിയും ഇവിടെ കിടന്ന് കുറച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാണ്ടിരിക്കുക. എല്ലാരും ഫുൾ ടൈം മുട്ടയാണ്. ഫുൾ ടൈം മുട്ടയാണ്. ആഴ്ചയിൽ 4 പ്രാവശ്യമെങ്കിലും മുട്ട അടിക്കുന്നവർക്ക് മാത്രമേ ഇതിനകത്ത് അംഗത്വം കൊടുക്കുള്ളൂ. പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടനാണ്. അതാണ് നമുക്ക് ഇതിനകത്ത് ഒത്തിരി പേരുണ്ട്, പല പ്രായത്തിലുണ്ട്. എത്ര വയസ്സ് വരെ നമുക്ക് അംഗത്തുണ്ട്? വയസ്സ് ഇതിനൊരു പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ല. ഇത് മൂവാറ്റുപുഴയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം മുട്ടകൾ. എന്തിനു പറയുന്നു മോളെ, ഒക്കെ കൂടി കൊടുത്ത സമാധാനം നഷ്ടപ്പെട്ടു. മൂവാറ്റുപുഴയിലെ ഒരു കൂട്ടം മുട്ടകള് ശരിക്കും എന്താ പരിപാടി എന്ന് പറഞ്ഞേ? ഇത് മുട്ട ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു ആഗോള മലയാളി അസോസിയേഷൻ ആണ്. അങ്ങനെ സംഭവിക്കും. ഇത് ഒരു 37 രാജ്യങ്ങളിലായിട്ട് ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. അവരുടെ പോവാൻ പറ. ഇത് എത്ര പേരുണ്ട് ശരിക്കും മുട്ടകൾ? 1700ഓളം മലയാളികളുണ്ട് ഉണ്ട് ഈ ഒരു അസോസിയേഷനിലുണ്ട്. ഇത് നേരത്തെ പുല്ലുതട്ട മതിയെന്ന്. ഇത് സജീഷ് കുട്ടനെല്ലൂർ, ഇദ്ദേഹമാണ് ഇതിന്റെ ഫൗണ്ടർ. ഇദ്ദേഹം ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. ഇദ്ദേഹം ഒരു വേദിയില് കോമഡി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ 3-4 മുട്ടകളെ കണ്ടു. അന്നേരം അദ്ദേഹം പറഞ്ഞു, ഈ പരിപാടി കഴിയുമ്പോൾ നിങ്ങളൊന്ന് കാണണം. അന്നേരം അദ്ദേഹത്തിന് മറ്റേ ആപ്പിൾ വീണുണ്ടായ ബുദ്ധിയില്ലേ, അതുപോലെ തോന്നി. സംഭവം കേട്ടോ ഈ കാണുന്ന ഒരു അസോസിയേഷൻ. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു വയസ്സ് മുതലുള്ള മുട്ടകളെയും 100 വയസ്സുള്ള മുട്ടകളെ വരെ നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. നീ ഇതിന് കൂട്ടിക്കൊന്നും ഞാൻ കരുതിയില്ല. യൂട്യൂബ് മനോഹരമായിട്ട് മുഖങ്ങളുള്ള പുഞ്ചിരിച്ച് നിൽക്കുന്ന മുട്ടകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വീഡിയോ കാണുന്ന ഒരു മുട്ട അസോസിയേഷനിൽ കയറാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോക്ക് താഴെ കമന്റ് ഇട്ടോ. മുട്ട